ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഹീറോയിൻ്റെ സ്റ്റോറിയാണ്. ഹീറോ പി ടി എസ് മെമ്പർ ഉത്സൺ ഐഡൽ ആണ്. എപ്പോഴും അത് അവർ ഫേമസ് ഐഡൽ ബ്രാൻഡ് ഗ്രൂപ്പ് പി ടി എസ് മെമ്പേഴ്സ് ഉത്സൺ വോയിസ്. നമ്മളെ ഹീറോയിക്ക് 7 മെമ്പർ മല വൺ സൈഡ് ലവ് അല്ല ഹീറോയി വൺ സൈഡ് ലവ് ചെയ്യാം. 7 പേരെ ഹീറോയ്ക്ക് പിടിക്കും. 7 പേരെ വൺ സൈഡ് ലവ് ചെയ്യാം ഹീറോയി. അത് മാത്രമല്ല ഹീറോയി 7 പേരെ പിടിക്കും ഹീറോയ്ക്ക്. ഹീറോയിന് ഒരു ക്രഷുണ്ട്. അത് 7 പേരെ മതി ഹീറോയി ഒരേമാതിരി ലവ് ചെയ്യാം. അതുമാത്രമല്ല നമ്മളെ ഫാൻ ഗേൾക്കും കേപ്പും ബോയ്സുക്കും എങ്ങനെയാണ് ഹീറോയി അവർ മീറ്റ് ചെയ്യുക, അവരെങ്ങനെ ഹീറോയിനെ മീറ്റ് ചെയ്യുക, ഇതാണ് സ്റ്റോറി. അതുമാത്രമല്ല എങ്ങനെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. ശരി, നമുക്ക് സ്റ്റോറി പോയ പിന്നെ നമുക്ക് നോക്കാം. എടി പ്രിയ എന്ത് പറ്റി അമ്മ? പ്രിയ ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മ എന്ത് കാര്യം പറഞ്ഞോ? ശരിയും പ്രിയ. അത് മാത്രമല്ല നീ പോയി ഓഫീസ് പോയിട്ട് അച്ഛന് പോയി ഫുഡ് കൊടുത്തു വാ. അമ്മ ഓഫീസ് പോയിട്ട് ഫുഡ് കൊടുത്തു വരണം. അതെടി നിൻ്റെ അച്ഛൻ ഇപ്പോൾ കൊടു. ശരി അമ്മ, ഞാൻ കൊടുത്തു വരാം. ശരി പ്രിയ, കൊടുത്തു വാ എന്ന് പറയായിരുന്നു. അതെ, ഹീറോയുടെ ഡാഡി പറഞ്ഞ ഒരു ഫാഷൻ കമ്പനി വെച്ച് റൺ ചെയ്യാം. ഫാഷൻ കമ്പനി അതുപോലെ നിറയെ ഡ്രസ്സ് സിറ്റി സെൻറ്ററുണ്ട് ഹീറോയ്ക്ക്. ഹീറോയി പോയായിരുന്നു. ഹീറോയി ഫാഷൻ ഡിസൈനാണ് പഠിക്കുന്നത്. ഹീറോയി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഫാഷൻ ഡിസൈൻ പഠിക്കുന്നതാണ് ഹീറോയി ഭയങ്കര ഹാപ്പിയിലുള്ളത്. ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു, ശരി മോളെ, ഫാഷൻ ഡിസൈൻ പഠിക്കുന്നത് ശരിയാ എന്ന് പ്രിയയുടെ അമ്മ പറയായിരുന്നു. പ്രിയ പറഞ്ഞ ട്വിൻസാണ്. ട്വിൻസ് രണ്ടൊരു ട്വിൻസാണ്. അതുപോലെ പ്രിയ കുറേ ചേട്ടനുണ്ട്. അതെ, പ്രിയയുടെ ചേട്ടൻ പിന്നെ അതെ പ്രിയ ട്വിൻസ് പറഞ്ഞ ഒരു ഹാക്കറാണ് ട്രെയിനിങ് പഠിക്കുന്നത്. 2 പേര് പഠിക്കും. അവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലത്താക്കിയായിരുന്നു. പ്രിയയുടെ ചേട്ടൻ പറയായിരുന്നു, മോം എന്താണ് ഞാൻ പറയുന്നത്, ഹാക്കിങ് പഠിക്കാൻ. മമ്മി ഡാഡ് ഞാൻ ഹാക്കിങ് പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഡാഡിക്ക് ടെൻഷൻ. അപ്പോൾ ബിസിനസ് ആരാടാ നോക്കുക? ഫാഷൻ നമ്പർ കമ്പനി സിറ്റി സെൻറ്റർ ഡാഡ് ബിസിനസ് ഞാൻ നോക്കുക. പിന്നെ പുതിയ ബിസിനസ് ചെയ്യാൻ പോവാം എന്ന് ആൾമാരെയാക്കിയത്. ഡാഡിക്ക് ടെൻഷനായിരുന്നു. എന്താടാ നീ പറഞ്ഞത്? ഇപ്പോൾ ഡാഡ് ജോക്കൊന്ന് പറയണ്ട എന്ന് ഒരു ആൻറ്റി അത് വേറെ ആൾമാർ. ശരിടാ, നന്നായിട്ട് ഞാൻ ഗെയിമർ പുതിയ ആപ്പിൽ അത് ഞാൻ പഠിക്കാൻ പോവാം എന്ന് പറയായിരുന്നു. ഹീറോയി പറയായിരുന്നു, ഡാഡി സമ്മതിപ്പിച്ചേട്ടാ. ചേട്ടൻ സമ്മതിച്ചു. ശരിടാ, സമ്മതിച്ചായിരുന്നു. അങ്ങനെ അതും പഠിക്കാൻ ഹാക്കിങ് പഠിക്കാമായിരുന്നു. അങ്ങനായിട്ട് ഒരു കമ്പനി റൺ ചെയ്യാൻ വേണ്ടി പ്ലേസ് വാങ്ങി. അതിന് ഭയങ്കര ഫേമസ് ആയിട്ട് പോവായിരുന്നു. ചെറിയ പ്രായത്തിൽ എങ്ങനെയുണ്ടോ സിഒ എന്ന് പറയാം. അതെ, ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ആകുമെന്ന് അതല്ലേ ഹീറോയിൻ ചേട്ടൻ പറയായിരുന്നു ടി വിയിൽ. അങ്ങനെയായിട്ടൊരു ന്യൂസ് പറയുന്നു കേൾക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ വന്നായിരുന്നു. കുട്ടിച്ചേട്ടനായിരുന്നു ഹീറോയിൻ. 2 ട്വിൻസാണ്. ഫസ്റ്റ് പറഞ്ഞ ഗേൾ ബേബി. നെക്സ്റ്റാണ് വലിയ ചേട്ടൻ. അതെ, ഹീറോയ്ക്ക് ഒരു ചേട്ടൻ ചേച്ചിയുള്ളത്. ഫസ്റ്റ് ഗേളും നെക്സ്റ്റാണ് ചേട്ടൻ. ഇതാണ് ഹീറോയിൻ്റെ ചെറിയ ചേട്ടൻ. അതെ, ഹീറോയി പറയായിരുന്നു, ശരിടി നമുക്ക് പോവാം എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയും. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി ഫ്രണ്ട് കൂടെ സ്കൂട്ടറിൽ പോയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് അത് കമ്പനിക്ക് വന്നായിരുന്നു. അങ്ങനെയായിട്ട് വാച്ച്മാൻ ശരി മാം പോയിക്കോന്ന് പറയും. ഹീറോയി വന്നായിരുന്നു. ഹീറോയുടെ ഡാഡി അവിടെ പ്ലാൻ പറയായിരുന്നു. ഡ്രസ്സെല്ലാം ഇതാണ് ഡാഡ് എന്ന് പറയായിരുന്നു. ഹീറോയി ചിരിച്ചിട്ട് ഡാഡി എന്ന് പറയായിരുന്നു. അകത്ത് പോകാൻ മോളെ എന്ന് പറയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ ഡാഡി പറഞ്ഞ ഫാഷൻ ഡിസൈൻ കമ്പനി അതുമാത്രമല്ല വേറൊരു കമ്പനി വെച്ച് റൺ ചെയ്യാണ് ഹീറോയിൻ്റെ ചേട്ടന്മാരാണ്. ഹീറോയി അകത്ത് വന്നു ഡാഡി എന്ന് പറയും. ശരി മോളെ വാ, എന്നാ ഡിന്നർ അല്ലെങ്കിൽ ഫുഡ് പറയായിരുന്നു. ശരിടി എന്ന് പറഞ്ഞാൽ കഴിച്ചു ഡാഡി എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ പ്ലാൻ വെച്ച് സംസാരിക്കുമായിരുന്നു. ഡാഡി മോളെ എൻ്റെ ഓഫീസ് ജോയിൻ ചെയ്യാം ഡാഡി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശരി പറയാം. ആനായിട്ട് ഹീറോയിൻ ഡാഡി പറയാം. ശരി ഓക്കെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നു ഡാഡി എന്ന് പറഞ്ഞ് ഹീറോ ജോലിയായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ വലിയ ചേച്ചി പറയായിരുന്നു, കമ്പനി വെച്ച് ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞ ശരി ഓക്കെ എല്ലാം എങ്ങനെയുണ്ട് വെച്ചിട്ടുണ്ടോ, ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പ്ലാനായിട്ട് സംസാരിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞ ഒരു സിംഗിങ് ആയിട്ട് കമ്പനി ഷൂട്ടിങ് നിറയെ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ടറാണ്.
അതുമാത്രമല്ല മൂവി ഡ്രാമ എല്ലാം നന്നായിട്ട് എടുക്കുന്നു. ഡയറക്ടറാണ് പഠിച്ചത്. ഹീറോയിനെ ശരി ഓക്കെ എന്ന് പറഞ്ഞു. നല്ല കൂൾ ഗ്ലാസ് വെച്ച് നല്ല സ്റ്റൈലായിട്ട് പോകുന്നു ഹീറോയിൻ്റെ ചേച്ചി. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ലോയർ ക്രിമിനൽ ലോയറാണ് ചേട്ടൻ. എന്നിട്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പിയാണ്. ഹീറോയിൻ പറയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഏതാ പറഞ്ഞു ഹീറോയിൻ ഒരു മാതിരിയൊക്കെയായിരുന്നു. അങ്ങനെ ഹീറോയിൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ 2 പേർ ചേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു. എന്ന് ചിരിക്കായിരുന്നു. എന്താ ചെയ്തത്? ഒരു ചിരിക്കുക. ഒന്നുമില്ല ചേട്ടാ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുക. ചെറിയ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. നന്നായിട്ട് ഹീറോയിൻ ജോളിയായിട്ട് കോളേജൊക്കെ പോയി. അതെ ഹീറോയിൻ്റെ ചേച്ചിക്ക് ഓൾറെഡി മാരേജായി. അതുമാത്രമല്ല ചേച്ചിക്ക് മാരേജായി, ചേട്ടനിക്ക് മാരേജായി. അതെ നമുക്കവരുടെ വൈഫ് പറയായിരുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് ചേച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഹീറോയിൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഫേമസ് ആക്ടറാണ്. ഹീറോയ്ക്ക് പറഞ്ഞ ഹാപ്പിയായിരുന്നു ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് പ്രപ്പോസ്. അത് മാത്രമല്ല ഫേമസ് ആക്ടറാണ്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ ഗേളിന് മാരേജ് ആയിട്ടായിരുന്നു. ആ പെണ്ണക്ക് ഹീറോയിൻ ചേട്ടൻ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പറഞ്ഞ മാരേജ് വെച്ച് ഫോറിൻ ഗേളാണ്. കൊറിയൻ ഗേൾ. ശരി ഓക്കെ നമുക്കിപ്പോൾ ഹീറോയിൻ പറയുന്നത് അവർക്ക് മാരേജായി ബേബീസ് എല്ലാം ഉണ്ട്. പിന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ച് പോകും ഹീറോയിൻ. ശരി ഓക്കെ ചേച്ചി ഞാൻ പോവാം. ശരിപ്പാ എന്ന് പറഞ്ഞാൽ അവർ പോയി ചേട്ടൻ. അങ്ങനെ പോയി. ഹീറോ ജോളി ഫ്രണ്ട്സ് കൂടെ സംസാരിച്ച് പറയായിരുന്നു. നമ്മുടെ PTS മെമ്പേഴ്സ് നല്ല ഹീറോയിൻ ചേച്ചി അവരുടെ ചേട്ടൻ വൈഫിനോടൊക്കെ കേൾക്കായിരുന്നു. ചേട്ടൻ വൈഫ് പറയായിരുന്നു എനിക്ക് PTS മെമ്പറിന് കാണാൻ ആഗ്രഹമുണ്ട്. ചേട്ടൻ വൈഫൊക്കെ അറിയൂ ഹീറോയിൻ്റെ ഇങ്ങനെയായിട്ട് അവിടെ ബിസിനസ് മാൻ നമ്പർ 1 അല്ല അവിടെ ബിസിനസ് മാൻ CEO ഒരു മകളാണ്. ചെറിയ കുട്ടിയാണ്. ചെറിയ 2ാമത്തെ മകളാണ്. ഫസ്റ്റ് ഒരു ഗേൾ ബേബി